Hi friends, there is a saying in English, one man can give 40 horses water, but 40 men cannot make one horse to drink. അർത്ഥം, ഒരു മനുഷ്യൻ വിചാരിച്ചാൽ 40 കുതിരകൾക്ക് വെള്ളം കൊടുക്കാൻ പറ്റും. പക്ഷേ 40 മനുഷ്യൻ വിചാരിച്ചാൽ ഒരു കുതിരയെ കൊണ്ട് കുടിപ്പിക്കാൻ പറ്റത്തില്ല. എന്താണെന്ന് ചോദിച്ചാൽ, കുതിര കുടിക്കണമെങ്കിൽ കുതിര വിചാരിക്കണം. നമ്മുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു പ്രോവർബാണിത്. കാരണം ഹോഴ്സ് ഡ്രിങ്ക്സ് ഓൺലി വെൻ ഇറ്റ് ഫീൽസ് ലൈക്ക് ഡ്രിങ്കിങ് എന്ന് പറയുന്നത് പോലെ ഒരു വിദ്യാർത്ഥി വിചാരിച്ചാൽ മാത്രമേ അവനെ നമുക്ക് പഠിപ്പിക്കാൻ കഴിയൂ. സത്യം പറഞ്ഞാൽ പഠിപ്പിക്കുക എന്ന് പറയുന്ന വാക്ക് തന്നെ തെറ്റാണ്. പഠിക്കുക എന്നുള്ളതാണ്, അത് അവനവൻ തന്നെ വിചാരിക്കണം. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്ന കവിയുടെ പള്ളിക്കൂടത്തിലേക്ക് വേണ്ടും എന്ന കവിതാ സമാഹാരത്തിലെ അപ്പൂപ്പൻ തന്റെ കൊച്ചുമകനെ സ്കൂളിലേക്ക് അയക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പൊ സ്കൂളിലേക്ക് അയക്കുന്ന സമയത്ത് ഈ അപ്പൂപ്പൻ കൊച്ചുമകനോട് പറയുന്നുണ്ട്, നിന്നെയും കാത്തിളങ്കിളികൾ വന്നിരിപ്പുണ്ട് പതിവ് പോൽ, പ്രേഷ്ഠരവരോട് യാത്ര ചൊല്ലു, പേച്ചറിയുന്നവർ നിങ്ങൾ തമ്മിൽ. അർത്ഥം, നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായിട്ടുള്ള കിളികൾ അവർ നിന്നെ കാണാൻ വേണ്ടി ഇവിടെ വന്നിരിപ്പുണ്ട്, നീ അവരോട് യാത്ര പറഞ്ഞിട്ട് പോകൂ. അടുത്ത വരിയുണ്ട്, നീ പോയി പഠിച്ചു വരുമ്പോഴേക്കും നിങ്ങൾ അന്യോന്യം മറന്നിരിക്കും. പിന്നെ പറയും, 50 കൊല്ലം മുമ്പ് ആരു തമ്മിൽ കമ്പം കലർന്നു കളിമ്പമാർന്നു, പുസ്തകജ്ഞാനം അവരെ മർത്യനും തിര്യക്കുമാക്കി മാറ്റി. തിര്യക്കെന്ന് വെച്ചാൽ അർത്ഥം ജന്തു. കുറച്ച് അക്ഷരം പഠിച്ചു കഴിഞ്ഞാല്, വിദ്യാസമ്പന്നരായി കഴിഞ്ഞാൽ, ഉന്നത ബിരുദങ്ങൾ നേടിക്കഴിഞ്ഞാൽ പ്രകൃതിയുമായിട്ട് ഇടപഴകി ജീവിക്കരുത് എന്ന് പഠിപ്പിച്ച വിദ്യാഭ്യാസമാണ് നമ്മളെ നാശത്തിന്റെ വക്കിൽ എത്തിച്ചിരിക്കുന്നത് എന്ന് സാരം. ഞാനിതിവിടെ പറഞ്ഞതിന് കാരണം, വരാനിരിക്കുന്ന തലമുറകൾക്ക് കൂടി ജീവിക്കാനുള്ളതാണ് ഈ ഭൂമി. നമ്മുടെ കുഞ്ഞുങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണിത്. വരാനിരിക്കുന്ന തലമുറകൾക്ക് കൂടി ജീവിക്കാനുള്ളതാണ് ഈ ഭൂമി. അതിൽ അമ്ലവും വിഷവും കലർത്തി പരമാവധി പിഴിഞ്ഞൂറ്റിയെടുത്ത് പിറക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ മറന്ന് ഇങ്ങനെ ജീവിക്കാൻ നമുക്ക് യാതൊരു അവകാശവും ഇല്ല. ഒരുപക്ഷെ അത് പഠിപ്പിക്കാൻ വേണ്ടിയാവാം ലോകത്ത് പ്രളയങ്ങളും ദുരന്തങ്ങളും മഹാമാരികളും കോവിഡും ഒക്കെ വരുന്നത്. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ, നമ്മൾ മാത്രമല്ല ലോകം മുഴുവനും ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് എല്ലാം അറിയുന്ന പോലെ ഒരു മഹാമാരി നമ്മുടെ മനുഷ്യരാശിയെ ബാധിച്ചിരിക്കുകയാണ്. കോവിഡ് എന്ന് പറയുന്ന മഹാമാരി വളരെ വലിയൊരു ദുരന്തം, ഒരു ആശങ്കയുള്ള കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും ഇതിന്റെ ആഫ്റ്റർ ഇഫക്ട്സുകൾ അല്ലെങ്കിൽ ഇതിന്റെ പരിണിത ഫലങ്ങൾ നമ്മുടെ മനുഷ്യ മനസാക്ഷിയിൽ ഒരു മുറിവായി അവശേഷിക്കുമെങ്കിലും നമ്മുടെ പരിസ്ഥിതിവാദികളും പലരും മുറവിളി കൂട്ടിയിട്ടും നടക്കാൻ കഴിയാത്ത പല മാറ്റങ്ങളും ലോകത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കോവിഡിന് കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. പ്രകൃതി വീണ്ടും ഉണർന്നിരിക്കുകയാണ്. ഈ 2 മാസം കൊണ്ട് നമ്മുടെ പ്രകൃതി വീണ്ടും ഉണർന്നിരിക്കുന്നത് ലോകം മുഴുവനും. നമ്മുടെ നദികൾ മാലിന്യമുക്തമായി സ്വൈരമായിട്ട് ഒഴുകി തുടങ്ങിയിരിക്കുന്നു. അതേപോലെ തന്നെ ലോകത്തിലെ സകല ജീവജാലങ്ങളും സ്വൈരവിഹാരം നടക്കുന്നു. അതേപോലെ തന്നെ മനുഷ്യൻ പോയ വഴികളിലെല്ലാം പുൽക്കൊടികൾ മുളപൊട്ടിയിട്ടുണ്ട്. പ്രകൃതി വീണ്ടും ഉണർന്നു വന്നിരിക്കുകയാണ്. മനുഷ്യന് മാത്രമുള്ളതല്ല ഈ ഭൂമി. ഈ ഭൂമിയുടെ അവകാശി ആരാണ് എന്നുള്ളത് വീണ്ടും വീണ്ടും ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യൻ മാത്രമല്ല ഭൂമിയുടെ അവകാശി. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്, മനുഷ്യൻ ഒഴിച്ചുള്ള സകല ജീവജാലങ്ങളെ ഇത് ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം. അതുകൊണ്ട് പ്രകൃതിയുമായിട്ട് ഇടപഴകി ജീവിക്കുക, അതായിരിക്കട്ടെ ഈ അധ്യയന വർഷത്തിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്ന വിദ്യാഭ്യാസം. അതാവണം നമ്മുടെ മുദ്രാവാക്യം. ഇവിടെ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി കാരണം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു വിഭാഗം വിദ്യാർത്ഥികളാണ്. ലോകത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒരു നിമിഷം നിശ്ചലമായിരിക്കുകയാണ്. തുടർന്നുള്ള പോക്ക് എങ്ങനെ എന്ന് പലരും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പല പരീക്ഷകളും ഇനി നടക്കാനുണ്ട്. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഒരുപോലെ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഭാവിയെ പറ്റിയുള്ള ആശങ്കയാണ്. മനുഷ്യരാശിയുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയായി മാറുമോ എന്ന് ചിന്തിക്കുന്ന സമയത്തും നമ്മൾ ചിന്തിക്കുന്നത് വിദ്യാഭ്യാസപരമായ ഭാവിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. നമ്മുടെ ആശങ്കകൾക്ക് അർത്ഥമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ഗവൺമെന്റ് ആവശ്യപ്പെടുന്ന പോലെ വീട്ടിലിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുക എന്നർത്ഥമില്ല. സേഫ് ആയിട്ടിരിക്കുക, ഒരു ടൈം പാസ് ആയിട്ട് മാത്രം ഇതിനെ കാണുക.
നമ്മൾ വിളിക്കാതെ വന്ന ഒരു ഹോളിഡേ, ഒരു അതിഥിയെ പോലെ ഇതിനെ സൽക്കരിക്കുക. അങ്ങനെ ചെയ്തുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഇംഗ്ലീഷിലൊരു പ്രോവർബ് ഉണ്ട്, എ വൈസ് മാൻ ഹാസ് ഇനഫ് ഡ്യൂട്ടീസ് അറ്റ് ഹോം. ബുദ്ധിമാനായ ഒരു മനുഷ്യന് വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നാണ് അർത്ഥം. നിങ്ങൾ നിങ്ങളുടെ വായന തുടർന്നുകൊണ്ടിരിക്കുക. നിങ്ങളുടെ വിദ്യാഭ്യാസം ഓൺലൈനായിട്ട് നിങ്ങൾക്ക് കിട്ടും, അത് നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുക. ക്ലാസ് റൂമിന്റെ 4 ചുവരുകൾക്കുള്ളിൽ മാത്രമല്ല വിദ്യാഭ്യാസം നടക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ നിന്ന് പഠിക്കാം, കൂട്ടുകാരിൽ നിന്ന് പഠിക്കാം, അധ്യാപകരിൽ നിന്ന് പഠിക്കാം, നമ്മുടെ പരിസ്ഥിതിയിൽ നിന്ന് പഠിക്കാം. നമ്മളൊരു സിനിമ കാണുമ്പോൾ തന്നെ അതിൽ നിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അതുകൊണ്ട് തീർച്ചയായിട്ടും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ജീവിത അവസാനം വരെയുള്ള ഒരു കാര്യമാണ്. അത് പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഒരു വർക്കുകളും പാഴാവില്ല. ഒരു കഥ ഞാൻ പറയാം. ഒരു മാൻപേട പ്രസവിക്കാൻ വേണ്ടി വരുന്നു. ഒരു സ്ഥലം അന്വേഷിച്ച് വന്നതാണ്. അവസാനം അത് ഒരു നദീതീരത്ത് വരും. നദീതീരത്ത് വന്ന് ആരുമില്ലാത്തൊരു സ്ഥലമാണല്ലോ എന്ന് വിചാരിച്ച് പ്രസവിക്കാൻ വേണ്ടി വന്ന് കിടക്കും. ഒരു വശത്ത് നദിയാണല്ലോ, ഒരു വശത്തു നിന്നും ഒരു വേടൻ അമ്പുമായിട്ട് വരും. മറുവശത്ത് നിന്നും ഒരു സിംഹം അതിനെ ആക്രമിക്കാൻ വരും. പെട്ടെന്ന് ഇടിവെട്ടി കാട്ടുതീ ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു വശത്ത് നദി, മറുവശത്ത് വേടൻ ആക്രമിക്കാൻ നിൽക്കുന്നു. ഒരു വശത്ത് സിംഹം, ഒരു വശത്ത് കാട്ടുതീ. മാൻപേട ആകപ്പാടെ ആശയക്കുഴപ്പത്തിലാവും. അതിന്റെ പ്രസവം അടുത്തു. അപ്പൊ അതെന്ത് ചെയ്യും? കുറച്ചേരം ആലോചിക്കും. ആലോചിച്ചിട്ട് അതൊരു തീരുമാനമെടുക്കും. താൻ എന്തിനാണ് അവിടെ വന്നത്? പ്രസവിക്കാൻ വേണ്ടി. ആ ജോലി അത് ഭംഗിയായിട്ട് അങ്ങ് നിർവഹിക്കും. അതായത് അത് തന്റെ പ്രസവത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. വേറെ ഒന്നിനെ കുറിച്ചും അത് ചുറ്റുപാടുകളെ കുറിച്ച് അത് ചിന്തിക്കത്തില്ല. അതൊരു കുഞ്ഞിനെ പ്രസവിക്കും. പെട്ടെന്ന് മഴ പെയ്ത് കാട്ടുതീ അണയും. സിംഹം ആക്രമിക്കാൻ വരുമ്പം വേടൻ സിംഹത്തെ പിന്തുടർന്നു വന്നതാ. വേടൻ എന്ത് ചെയ്യും? സിംഹത്തെ അമ്പെയ്ത് കൊല്ലും. എന്നിട്ട് പ്രസവിച്ച് കിടക്കുന്ന മാനിന് പ്രൊട്ടക്ഷൻ നൽകും. അതായത് നമ്മുടെ ചുറ്റുപാടുകളിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവാം, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. നമ്മൾ അതിനെ പഴിചാരിയിട്ട് നമ്മുടെ കർമ്മങ്ങൾക്ക് തടസ്സം വരുത്തുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. നമ്മുടെ ജോലികൾ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുക. ജീവിതത്തിൽ ഒരു വർക്കും പാഴായിട്ടില്ല. കാറൽ മാർക്സ് എന്ന് പറയുന്ന ലോക പ്രസിദ്ധനായിട്ടുള്ള തത്വചിന്തകനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ദസ് ക്യാപിറ്റൽ, മൂലധനം എന്ന് പറയുന്ന പുസ്തകം എഴുതാൻ വേണ്ടി വർഷങ്ങളെടുത്തു. വർഷങ്ങളുടെ എഫർട്ടായിരുന്നു ആ പുസ്തകം. പക്ഷെ 5 വർഷം കൊണ്ടാണ് ആ പുസ്തകത്തിന്റെ 1000 കോപ്പികൾ വിറ്റഴിഞ്ഞത്. ആ പുസ്തകം എഴുത്തിനെ പറ്റി അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ആ പുസ്തകം എഴുതാൻ വേണ്ടി വലിച്ച സിഗരറ്റിന്റെ പൈസ പോലും എനിക്ക് ആ പുസ്തകത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ അമ്മ ആ പുസ്തകം എഴുത്തിനെ പറ്റി പറഞ്ഞത്, അവൻ ദസ് ക്യാപിറ്റൽ എഴുതിയ സമയത്ത്, മൂലധനം എഴുതിയ സമയത്ത് കുറച്ച് മൂലധനം ഉണ്ടാക്കി വെച്ചിരുന്നെങ്കിൽ അവന്റെ മക്കൾക്ക് ഈ ഗതി വരില്ലായിരുന്നു എന്ന് പറഞ്ഞു. അതായത് കാറൽ മാർക്സിന്റെ മക്കളെല്ലാം പട്ടിണി കിടന്നാ മരിച്ചേ. അദ്ദേഹം ജീവിതത്തിൽ വലിയ പരാജയമായിരുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകവും ജീവിച്ചിരിക്കുമ്പോൾ പരാജയമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൻ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൻ എഡ്വേർഡ് മരിക്കുന്ന സമയത്ത് ശവമടക്കാൻ പൈസ ഇല്ലാതെ അദ്ദേഹം പലരുടെയും മുമ്പിൽ പോയി കൈനീട്ടിട്ടുണ്ട്. അവസാനം പ്രിയ സുഹൃത്തായ ഏംഗൽസ് അയച്ചു കൊടുത്ത പണം വരാൻ വേണ്ടി അദ്ദേഹം ആ ബോഡിയും വെച്ച് കാത്തിരുന്നിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിൽ ദുരിതപൂർണമായ സാഹചര്യങ്ങളിലൂടെ ജീവിച്ച ഒരു മനുഷ്യന്റെ പുസ്തകം അദ്ദേഹത്തിന്റെ മരണശേഷം ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞു. ഇന്നും ലോകത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെഫറൻസ് ബുക്കുകളുടെ കൂടെയാണ് ദസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ സ്ഥാനം. ഞാൻ പറഞ്ഞത്, ഒരു വർക്കുകളും പാഴാകില്ല എന്ന് മാത്രം നമ്മൾ ചിന്തിക്കുക. നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച് ചിന്തിക്കേണ്ട. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം ചിന്തിക്കുക. നമ്മുടെ സമയം നമ്മൾ പ്രയോജനപ്പെടുത്തുക. അത് വീട്ടിലായാലും നമ്മൾ അടച്ചിട്ടിരിക്കുന്ന റൂമിലായാലും നമ്മൾ നമ്മുടെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ നമ്മളുടെ ലക്ഷ്യങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുക. അതായിരിക്കണം നമ്മളുടെ വിദ്യാഭ്യാസം. തീർച്ചയായിട്ടും അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ആദ്യത്തെ ക്ലാസ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഡോക്ടർ APJ അബ്ദുൽ കലാം, he was the great president of India. He was a great human being. He was a great teacher. He was a great scientist. ഇന്ത്യക്കാർക്കെല്ലാമായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിന് ഒരു കൊട്ടേഷൻ ഉണ്ട്, ഒരു കോട്ടുണ്ട്. When I wish upon a star, makes no difference who I am. Anything my heart desires will come to me. അർത്ഥം, ഞാനൊരു നക്ഷത്രത്തിൽ എത്താൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരാണ് എന്നുള്ളത് വിഷയമല്ല. ഞാൻ ആഗ്രഹിക്കുന്നത് സത്യമാണെങ്കിൽ നക്ഷത്രം എന്നിലേക്ക് ഇറങ്ങി വരും എന്നർത്ഥം. ഡോക്ടർ APJ അബ്ദുൽ കലാം റിയലൈസ്ഡ്
how the contributions of the youth in the past have continuously contributed to the field of many. So he says, no youth today need to fear about the future. He says, the ignited mind of the youth is the most powerful resource on the earth, above the earth and under the earth. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന ഒരു ഭാഗമാണ്. അദ്ദേഹം പ്രസംഗം തുടങ്ങുന്നത് ഇങ്ങനെ. അദ്ദേഹം ഒരു അനുഭവം വിവരിക്കുന്നുണ്ട്. Once he went to a village to inaugurate a program called ശാസ്ത്രയാൻ. ശാസ്ത്രയാൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം പോയി. Then he made a speech on the topic Science Empowers the Nation. Science Empowers the Nation എന്ന വിഷയത്തെ പറ്റി അദ്ദേഹം പ്രസംഗിച്ചു. Before 5,000 students, teachers, parents, villagers from distant lands and everyone was there. When he concluded his speech, hundreds of students raised their hands for asking questions. നൂറുകണക്കിന് കുട്ടികൾ കൈപൊക്കി ചോദ്യം ചോദിക്കാൻ വേണ്ടി. You know, he was a very busy person. He was the president of India. Due to the limited availability of time, he himself selected 12 students from first row to the last row for asking questions. അദ്ദേഹം തന്നെ എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞിട്ട് 12 കുട്ടികളെ അദ്ദേഹം തന്നെ സെലക്ട് ചെയ്തു. You ask a question, you ask a question, you ask a question, he said. Then one boy, ഒരു പയ്യൻ അവിടെ ഇരിക്കുകയായിരുന്നു, ഒരു ടീനേജർ. അവന് സത്യം പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഒന്നും ഇല്ലായിരുന്നു. He had no question to ask. But Abdul Kalam asked him, my dear boy, you asked a question. He stood up. ആ പയ്യൻ എഴുന്നേറ്റു. He was shivering. അവൻ വിറയ്ക്കുകയായിരുന്നു. He was a typical representative of the Indian youth. Somebody gave him a mic. ആരോ മൈക്ക് കൊടുത്തു. He was shivering. But he expressed his question. അവൻ അവന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു. He said, sir, I don't know what I should ask because I haven't asked a question in my class. I needed to have confidence. But I didn't get confidence through all these years. എനിക്ക് കോൺഫിഡൻസ് വേണമായിരുന്നു, പക്ഷേ എൻ്റെ വിദ്യാഭ്യാസം കൊണ്ട് എനിക്ക് കോൺഫിഡൻസ് കിട്ടിയിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ക്വസ്റ്റ്യൻ ക്ലാസ് റൂമിൽ ചോദിച്ചിട്ടില്ല. എനിക്ക് പേടിയാണ്. ഐ എം അഫ്രൈഡ് ഓഫ് മൈ ടീച്ചേഴ്സ്. ഐ എം അഫ്രൈഡ് ഓഫ് മൈ ഫ്രണ്ട്സ്. When I talk with my friends, I compare myself with their elegant dress and beautiful face, he said. Then he expressed his desire. He said, sir, I want to become a marine engineer. എന്നിട്ട് അവൻ അവൻ്റെ ആഗ്രഹം പറഞ്ഞു. സാർ, എനിക്കൊരു മറൈൻ എഞ്ചിനീയർ ആവണം. I want to travel in a ship. എനിക്കൊരു ഷിപ്പിൽ യാത്ര ചെയ്യണം. I want to be the captain of the ship. I want to build the engine of the ship. എനിക്ക് അതിന്റെ ക്യാപ്റ്റൻ ആവണം. എനിക്ക് ആ ഷിപ്പിന്റെ എഞ്ചിൻ നിർമ്മിക്കണം. ഒരു ഷിപ്പിന്റെ എഞ്ചിൻ നിർമ്മിക്കണം അവൻ പറഞ്ഞു. എന്നിട്ട് അവൻ ചോദിച്ചു, അവന്റെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. അബ്ദുൽ കലാമിന്റെ ജീവിതത്തിൽ കേട്ട ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യം. അവൻ ചോദിച്ചു, സർ, ഷാൾ ഐ ബി ഏബിൾ ടു ഡു ഓൾ ദീസ് തിങ്സ് വിത്ത് ദിസ് നെർവസ്നെസ് എന്നാ ചോദിച്ചത്. എന്താ ചോദിച്ചത്? എണ്ണീച്ച് നിന്ന് ചോദ്യം ചോദിക്കുമ്പോൾ കൈയും കാലും വിറയ്ക്കുന്ന എനിക്ക് ഇതൊക്കെ ആവാൻ കഴിയുമെന്ന് സാറ് വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. When he finished this question, the chief minister of the state, honorable dignitaries on the dais, 5,000 students, teachers, parents and everyone was looking at Dr. APJ Abdul Kalam. What Kalam was going to say, the sincere question of this village boy. Abdul Kalam ആകപ്പാടെ കുഴപ്പത്തിലായി. എന്തോ മറുപടി പറയും പയ്യന്റെ ആത്മാർത്ഥമായ ചോദ്യത്തിന്. എല്ലാവരും അദ്ദേഹത്തെ നോക്കുക. He was silent. കുറച്ച് സമയം അദ്ദേഹം മിണ്ടായിരുന്നു. Then he said, നല്ല മനോഹരമായ ഒരു മറുപടി അദ്ദേഹം പറഞ്ഞു, my dear friend, this is one of the most difficult questions that I have ever faced from millions and millions of Indian students that I have ever met. ഞാൻ കണ്ടതിൽ വെച്ച്, എന്നോട് ചോദിച്ചതിൽ വെച്ച് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് നീ എന്നോട് ചോദിച്ചത്. Before answering this question, ഈ ക്വസ്റ്റ്യൻ ആൻസർ പറയുന്നതിന് മുമ്പ്, let me recite a beautiful poem for you. I value your question because I know this is not your fear only. You are echoing the fear of many. ഇത് പലരുടെയും പേടിയാണ് നീ ധൈര്യമായിട്ട് എണീച്ചെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ നിനക്കൊരു കവിത പാടിത്തരാം. എന്നിട്ട് അദ്ദേഹം പാടിയ കവിതയുടെ പേരാണ് ഐ വിൽ ഫ്ലൈ. അദ്ദേഹം പറഞ്ഞു, ആ കവിത രസകരമാണ് കേട്ടോ. I am born with confidence. I am born with goodness and trust. ഞാൻ ജനിച്ചത് ആത്മവിശ്വാസവുമായിട്ടാണ്. ഞാൻ ജനിച്ചത് നന്മയും വിശ്വാസവുമായിട്ടാണ്. I am born with ideas and dreams. ഞാൻ ജനിച്ചത് ആശയങ്ങളും സ്വപ്നങ്ങളുമായിട്ടാണ്. I am born with wings. ഞാൻ ജനിച്ചത് ചിറകുമായിട്ടാണ്. I have wings. എനിക്ക് ചിറകുണ്ട്. I am not meant for crawling. ചിറകുമായിട്ട് ഇവിടെ കിടന്ന് എഴയാൻ വേണ്ടിയല്ല ഞാൻ ജനിച്ചത്. I have wings. I will fly. I will fly. I will fly. ഞാൻ പറക്കും, ഞാൻ പറക്കും, ഞാൻ പറക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം അവസാനിപ്പിച്ചു. എല്ലാവരും കൈയടിച്ചു. ആ പയ്യൻ ചോദിച്ച ചോദ്യത്തിന്റെ ആൻസർ ആ കവിതയിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത്രയോ ആൾക്കാരുടെ മുമ്പിൽ നിന്ന് ഇന്ത്യൻ പ്രസിഡന്റിനോട് ഒരു ക്വസ്റ്റ്യൻ എഴുന്നേറ്റ് നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ധൈര്യം കാണിച്ച് നിനക്ക് എന്തുമാകാം എന്ന് പറഞ്ഞു.
വേറെ ആരും കാണിക്കാത്ത ധൈര്യമാണ് നീ കാണിച്ചത്. നിന്റെ ആഗ്രഹം തുറന്നു പറഞ്ഞു, നിനക്ക് എന്തു ആവാൻ സാധിക്കും. അവന്റെ ഉള്ളിലുള്ള ആ സ്പാർക്ക് അത് അണഞ്ഞു പോയിട്ടില്ല എന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അവരിൽ നിന്നല്ല അദ്ദേഹം പഠിച്ചൊരു കാര്യം, എവരിവൺ വാണ്ട്സ് ടു ബി യുണീക്ക്. യുണീക്ക് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അതുല്യൻ. എല്ലാവർക്കും അതുല്യനാവാനാണ് ആഗ്രഹം. അതുല്യനാവുക. എന്താണ് അതുല്യൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? യുണീക്ക് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം, whenever you go home, your parents will say, why don't you be like the neighbors children scoring marks? നിങ്ങളുടെ വീട്ടുകാരെല്ലാം നിങ്ങളോട് ചോദിക്കും. നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പം എത്ര പേരൻസ് ചോദിക്കും? അവർ ചോദിക്കും, എന്തുകൊണ്ടാണ് നീ അയലത്തുകാരന്റെ മക്കളെ പറയാൻ പറ്റും. അയലത്തുകാരന്റെ മക്കളെ കണ്ടുപിടിക്കാൻ പറയും. whenever you go to your school, നിങ്ങൾ നിങ്ങളുടെ സ്കൂളിൽ പോകുമ്പോൾ your teachers will say, why don't you be like the first 5 rankers in the class? ആദ്യത്തെ 5 റാങ്കുകൾ അവരെ കണ്ടുപിടിക്കാൻ പറയും. നീയും അവന് ഒരു ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചില്ലെന്ന് പറയും. കമ്പയർ ചെയ്യും കുട്ടിക്കാലം മുതലേ നമ്മളെ. ബട്ട് അബ്ദുൽ കലാം says you want to be you, that is unique. നിങ്ങളായിട്ടിരിക്കുക. സച്ചിൻ ടെണ്ടുൽക്കർക്ക് ഒരിക്കലും യേശുദാസ് ആവാൻ കഴിയില്ല. യേശുദാസിന് ഒരിക്കലും സച്ചിൻ ടെണ്ടുൽക്കറും ആവാൻ കഴിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അവരുടെ രണ്ടുപേരുടെ റോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട കാഴ്ചയായിരിക്കും അത്. യേശുദാസ് ഹെൽമെറ്റ് വെച്ച് ബാറ്റ് പിടിച്ചുകൊണ്ട് ക്രിക്കറ്റ് കളിക്കുന്ന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട കാഴ്ചയായിരിക്കും. സച്ചിൻ താടിയും മുടിയും നീട്ടി വളർത്തിയിട്ടൊരു സംഗീത സദസ്സിലിരുന്ന് കച്ചേരി പാടുന്ന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട കാഴ്ചയായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഓരോരുത്തർക്കും ഓരോ കഴിവുകളും ഓരോ ഇൻഡിവിജ്വാലിറ്റിയും ഉണ്ട്. അത് കാത്തു സൂക്ഷിക്കുക. യു വാണ്ട് ടു ബി യുണീക്ക്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെയാണ് അവസാനിപ്പിക്കുക. എത്ര മനോഹരമായിട്ടാണെന്നറിയാവോ ആ പ്രസംഗം അദ്ദേഹം അവസാനിപ്പിക്കുന്നത്? ഇമാജിൻ ദാറ്റ് യു ആർ ഇൻ എ ബാറ്റിൽ ഫീൽഡ്. അതിനു മുമ്പ് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, the world around you are trying to make you somebody else or everybody else. ഈ ലോകമാണ് നിങ്ങളെ മറ്റുള്ളവരെ പോലെ അല്ലെങ്കിൽ ആരെങ്കിലും പോലെ ആക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ മാത്രമാണ് നിങ്ങളെ തേടിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം ആ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. ഇമാജിൻ ദാറ്റ് യു ആർ ഇൻ എ ബാറ്റിൽ ഫീൽഡ്. You are fighting the biggest battle, hardest battle that every human being can ever imagine. Never stop fighting until you reach your destined place. That is a unique you എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. നിങ്ങൾ ഏറ്റവും വലിയൊരു യുദ്ധക്കളത്തിലാണെന്ന് ചിന്തിക്കുക. നിങ്ങൾ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നു. ലോകം മുഴുവൻ നിങ്ങൾക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നു. നെവർ സ്റ്റോപ്പ് ഫൈറ്റിംഗ്. നിർത്തരുത്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകൾ ഒരിക്കലും നിർത്തരുത്. നെവർ സ്റ്റോപ്പ് ഫൈറ്റിംഗ് അണ്ടിൽ യു റീച്ച് യുവർ ഡെസ്റ്റിൻഡ് പ്ലേസ്. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ നിർത്തരുത്. നിർത്തിയാൽ നമ്മൾ തോറ്റുപോകും. ദാറ്റ് ഈസ് എ യുണീക്ക് യു. അവിടെയാണ് നിങ്ങൾ യുണീക്ക് ആവേണ്ടത്. ഇഫ് യു ആർ ഗോയിങ് ത്രൂ ദ ഹെൽ, നിങ്ങൾ നരകത്തിയിലൂടെ യാത്ര ചെയ്താലും കീപ് ഓൺ ഗോയിങ്, പൊക്കൊണ്ടിരിക്കുക, നിൽക്കരുത്. ഈ ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്, ഈ ക്ലാസ്സുമായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. കൊല്ലം ജില്ലയുടെ വിദ്യാഭ്യാസ നഭോമണ്ഡലത്തിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ഒരുപാട് സംഭാവനകൾ വിദ്യാഭ്യാസ മേഖലയിൽ, സാമൂഹ്യ മേഖലയിൽ, സാംസ്കാരിക മേഖലയിൽ ഒരുപാട് സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന കരുനാഗപ്പള്ളി ലോർഡ്സ് പബ്ലിക് സ്കൂൾ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നു. ഇപ്പോഴത്തെ സിറ്റുവേഷൻ കണക്കിലെടുത്ത് വിദ്യാർത്ഥികളിലേക്ക് പഠനം വാൽപ്പായസമാക്കുക, പഠനത്തിന്റെ ബേർഡൻ ഇല്ലാതെ തന്നെ അവരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നു. അതിന്റെ ആദ്യത്തെ വീഡിയോ ആണിത്. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. പലർക്കും എന്നെ അറിയാം. എൻ്റെ പേര് രഞ്ജിത്ത് ആർക്കെ. ഞാൻ അവിടുത്തെ ഇംഗ്ലീഷ് അധ്യാപകനാണ്. വളരെ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകർ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നു. മാത്സ്, ഇംഗ്ലീഷ്, സയൻസ് വിഷയങ്ങൾ മാത്സ് സയൻസ് വിഷയങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ക്ലാസ്സുകൾ ആരംഭിക്കുന്നു. ഒരു തരത്തിലുള്ള പ്രഷറുകളില്ലാതെ പഠനം പാൽപ്പായസമാക്കുക, ബേർഡനുകൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ഉദ്യമത്തിന് തുടക്കം കുറിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ്സുകൾ നമ്മൾ നൽകുന്നതായിരിക്കും. അപ്പൊ തീർച്ചയായിട്ട് ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും എന്ന് എന്റെ വാക്കുകളിലൂടെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം തുടർന്ന് വരുന്ന നല്ല നല്ല വീഡിയോസിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു തുടക്കമാവട്ടെ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു പുതിയ യുഗപ്പിറവിയാവട്ടെ. ഇത് ഒരു പുനർവിചിന്തനത്തിനുള്ള സമയമായിക്കോട്ടെ. അബ്ദുൽ കലാമിന്റെ വാക്കുകൾ
കടമെടുത്തുകൊണ്ട് തന്നെ ഞാൻ അവസാനിപ്പിക്കുന്നു. Imagine that you are in a battlefield and you are fighting the hardest battle that ever human being can ever imagine. Never stop fighting until you reach your destined place. That is a unique you. Thank you very much. Bye from Ranjit.